വ്യൂവേഴ്സ്, വെൽക്കം ടു സായ ഡിസൈൻസ്. എൻ്റെ പേര് സാൻഡ്ര. നമ്മുടെ ഇന്നത്തെ വീഡിയോ സമ്മർ ടോപ്പിൻ്റെ ഡിസൈനാണ് കേട്ടോ. ഈ ഫോട്ടോയിൽ കാണുന്ന പോലത്തെ ടോപ്പൊക്കെ നമുക്ക് എങ്ങനെ ഈസി ആയിട്ട് ചെയ്യാമെന്നാണ് നമ്മളിന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഇതെനിക്കൊരു കുട്ടി അയച്ചു തന്ന ഫോട്ടോ ആയിരുന്നു കേട്ടോ. ഇതിൻ്റെ ഒരു നോട്ട് പോലെ ഇട്ട് തരുമോ എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ ഇതതിൻ്റെ യോക്ക് പോർഷനും ഇതതിൻ്റെ താഴത്തെ പോർഷനുമാണ് വരുന്നത്. ഇത് തമ്മിൽ അറ്റാച്ച് ചെയ്യുമ്പോൾ ആ ഒരു ടോപ്പിൻ്റെ രൂപത്തിൽ നമുക്ക് കിട്ടും. ഫിഗർ ഞാൻ നേരത്തെ വരച്ചു വെച്ചു. അപ്പോൾ ഇതിലിനി എങ്ങനെയാണ് മാർക്ക് ചെയ്യുന്നത്, അതിൻ്റെ മെഷർമെൻറ്റ്സ് ഒക്കെ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഞാനിവിടെ ഹെഡിങ് എഴുതി കൊടുക്കുന്നുണ്ട്. യോക്ക് പോർഷൻ്റെ ആണ് ആദ്യം നമ്മൾ നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. യോക്ക് പോർഷൻ എന്ന് പറയുമ്പോൾ നമ്മളത് 4 ഫോൾഡായിട്ടാണ് ഇട്ട് ചെയ്യുന്നത്. ബാക്ക് പോർഷനും ഫ്രണ്ട് പോർഷനും കൂടെ ഒന്നിച്ച് വെട്ടുന്ന രീതിയിൽ 4 ഫോൾഡായിട്ടാണ് ഇപ്പോൾ ഞാനിവിടെ വരച്ചിട്ടുള്ളത്. പിന്നെ അതിൻ്റെ ഫുൾ ലെങ്ത്, അതായത് യോക്ക് പോർഷൻ്റെ മാത്രം ആ ഒരു ലെങ്ത് എന്ന് പറയുന്നത് 13 ഇഞ്ചാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ചെസ്റ്റിൻ്റെ താഴെ വരുന്നതായിരിക്കും ഭംഗി. അവിടുന്ന് ഒരു പിടുത്തം വന്നിട്ട് താഴത്തേക്ക് നമ്മൾ ഈ ഒരു ഫ്ലെയർ കൊടുക്കുന്നതായിരിക്കും ഭംഗി. അപ്പോൾ നിങ്ങൾ എത്രയാണോ ചെസ്റ്റിൻ്റെ താഴെ വരെയുള്ള ആ ഒരു ഇറക്കം എത്രയാണോ നോക്കിയിട്ട് അത് ഇതേപോലെ മാർക്ക് ചെയ്യും. ഇപ്പോൾ ഞാൻ യോക്കിൻ്റെ അവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ ഫിഗറിൽ. ഇനി ചെസ്റ്റ് 32 ഞാനിവിടെ സൈസ് എടുക്കുന്നത്. നമ്മളെപ്പോഴും ചെയ്യാറുള്ള പോലെ തന്നെ അതിനെ 4 വെച്ച് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് 8 കിട്ടും. അതിൻ്റെ കൂടെ 2 ഇഞ്ച് സീം അലവൻസും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 10 കിട്ടും. അപ്പോൾ നമുക്കത് മാർക്ക് ചെയ്ത് പോകാം. ഇവിടെ ആയിട്ടാണ് നമ്മൾ ചെസ്റ്റ് മാർക്ക് ചെയ്യുന്നത്, ഇവിടെ നിന്ന് ഇവിടെ വരെ. പിന്നെ ഈ എക്സ്ട്രാ കോളം സീം അലവൻസിൻ്റെയാണ്. ഞാൻ അതും കൂടെ കൂട്ടിയിട്ട് 10 അവിടെ ഓൾറെഡി എഴുതിയിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്തത് വെയ്സ്റ്റ് ആണ്. വെയ്സ്റ്റ് 28 എടുത്തിട്ടുള്ളത്. 4 ചെയ്യുമ്പോൾ 7+2 സീം അലവൻസ് ആണ്, അപ്പോൾ 9 വരുവേ. അപ്പോൾ അതും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് ഇവിടെ മുതൽ ഇവിടം വരെ. ഓക്കെ, അപ്പോൾ വേസ്റ്റ് നമ്മൾ മാർക്ക് ചെയ്തു. നിങ്ങളുടെ ആ റൗണ്ട് എത്രയാണെന്ന് നോക്കുക, അതിനെ 4 വെച്ച് ഡിവൈഡ് ചെയ്തിട്ട് സീം ആഡ് ചെയ്താൽ മതി കേട്ടോ. ഇനി ആം ഹോള് നമുക്ക് ഒരുപാട് അങ്ങോട്ട് ലൂസ് ആവുകയാണെന്നുണ്ടെങ്കിൽ സ്ലീവ്ലെസ് ഡ്രസ്സ് ആയതുകൊണ്ട് നല്ല വൃത്തികേടായിരിക്കും. അപ്പോൾ നിങ്ങളുടെ കറക്റ്റ് മെഷർമെൻറ്റ്സ് എത്രയാണെന്ന് എടുത്തിട്ട് അങ്ങനെ എഴുതിയാൽ മതി കേട്ടോ. അപ്പോൾ 4.5 ആം ഹോളൊക്കെ നിങ്ങൾക്ക് ചെസ്റ്റിൻ്റെ അളവ് വെച്ച് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻസൊക്കെ ഞാൻ ഒരുപാട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ നല്ല യൂസ്ഫുൾ ആയിരിക്കും, നോക്കിയാൽ മതിയേ. ഇനി ഫ്രണ്ട് നെക്കിൻ്റെ ഡെപ്താണ്. ഫ്രണ്ട് നെക്ക് കുറച്ച് ഇടിച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഭംഗിയായിട്ടുണ്ടാവും, ആ ഒരു ഫോട്ടോയിൽ കണ്ടതുപോലെ തന്നെ. അപ്പോൾ ഒരു 5 ഇഞ്ചൊക്കെ എടുത്താൽ മതി കേട്ടോ. ഒരുപാട് അങ്ങോട്ട് കുഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ബിഗിനേഴ്സൊക്കെ ആണെങ്കിൽ ശ്രദ്ധിക്കണം, കാരണം ഒരുപാട് അങ്ങോട്ട് ഇടിഞ്ഞു പോകും. അപ്പോൾ ഒന്നാമത് സ്ലീവും കൂടെ ഇല്ലാത്തതാണ്, ഒരു പിടുത്തം ഉണ്ടാകത്തില്ല. അതൊന്ന് ശ്രദ്ധിക്കണേ. പിന്നെ ഷോൾഡറാണ്. ഞാനപ്പോൾ ഷോൾഡർ വേണമെങ്കിൽ നിങ്ങൾക്കൊരു 1 ഇഞ്ചോ 1.5 ഇഞ്ചൊക്കെ എടുത്താൽ മതി, കാരണം ഞാൻ അത്രയും ചെറിയ ഒരു ഷോൾഡറാണ് പോയിൻ്റാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ 1 ഇഞ്ചോ 1.5 ഒക്കെ ആയിട്ടൊക്കെ എടുക്കാം ഷോൾഡർ കേട്ടോ. നമ്മൾ എടുക്കുന്ന ആ ഒരു ഷോൾഡർ ആ ഫിഗറിൽ കണ്ടില്ലേ, അതേപോലെ. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് എടുക്കാം. ഇനി നെക്കിൻ്റെ വിട്താണ്. ഇവിടെ മുതൽ ഇവിടം വരെയുള്ള ആ ഒരു വിട്ടാണ്. അതൊരു 3 ഇഞ്ച് അല്ലെങ്കിൽ 3.5 ഇഞ്ചൊക്കെ നെക്കിൻ്റെ ആ ഒരു ഓപ്പൺ കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടാനുസരണം അത് ചേഞ്ച് ചെയ്യാം കേട്ടോ. അതൊന്നും നമ്മൾ ഒരു ഫിക്സഡ് വാല്യൂ ആയിട്ട് പറയുന്നതല്ല, ഓരോരുത്തരുടെയും ബോഡി ടൈപ്പ് അനുസരിച്ചിട്ടായിരിക്കും കേട്ടോ അതൊക്കെ വരുന്നത്. അപ്പോൾ ഇത്രയും മെഷർമെൻറ്റ്സ് വരുമ്പോഴത്തേക്കും നമ്മുടെ യോക്കിൻ്റെ പോർഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അടുത്തത് താഴത്തെ ആ ഒരു യോക്കായിട്ട് അറ്റാച്ച് ചെയ്യുന്ന പോർഷനാണ്. നമ്മൾ ഡബിൾ ഫോൾഡ് ചെയ്താണ് കേട്ടോ അതിടുന്നത്. അപ്പോൾ അതിന് നമ്മളൊരു ഇക്വേഷനായിട്ട് അതിൻ്റെ വിത്ത് എങ്ങനെ എടുക്കേണ്ടതെന്ന് പറഞ്ഞു തരാവേ. അപ്പോൾ നിങ്ങൾക്ക് അതനുസരിച്ചിട്ട് ചെയ്താൽ മതി. ആ ഇക്വേഷൻ എന്ന് പറയുന്നത് വേസ്റ്റ് ഡിവൈഡഡ് ബൈ 4. അപ്പോൾ അതിൻ്റെ ഹോൾ ഇൻറ്റു 2 കൊടുക്കുക. മനസ്സിലായോ? അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ നമുക്കിവിടെ നമ്മൾ നേരത്തെ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. 28/4 ചെയ്തപ്പോൾ നമുക്ക് 9 കിട്ടി. അപ്പോൾ വേസ്റ്റ് ബൈ 4 9 ആണ്. 9 × 2 എന്ന് പറയുമ്പോൾ 18 ആണ്. നമുക്ക് ആ 18 ആണ് അവിടെ വിട്ട് ഇവിടം വരെ എടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ഡബിൾ ഫോൾഡ് ചെയ്യുന്നതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് അത്രയും മതിയായിരിക്കും. ഒരുപാട് അങ്ങോട്ട് ചുരുക്കം ഫ്രണ്ടിൽ വന്നു കഴിഞ്ഞാലും ബോറാണ്. അപ്പോൾ ആവശ്യത്തിന് മതി. അപ്പോൾ നമുക്ക് അത്ര എടുത്താൽ മതി. പിന്നെ ഇനിയിപ്പോൾ നിങ്ങൾക്ക് അതിലും കുറച്ചും കൂടെയൊക്കെ നല്ലോണം ചുരുങ്ങിയിട്ടൊക്കെ ഫ്രണ്ടിൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ലെങ്തി ആയിട്ട് എടുക്കാം. പിന്നെ ഞാനിവിടെ സീമും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 1.5 ഇഞ്ചോ 2 ഇഞ്ചോ ഒക്കെ സീം നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ചുരുക്കം കുറച്ചും കൂടെ വേണമെന്നുണ്ടെങ്കിൽ ഇത്തിരിയും കൂടെ ലെങ്ത് കൂട്ടിയെടുത്താൽ മതി കേട്ടോ. പിന്നെ വിട്ട് കേട്ടോ. അപ്പോൾ ഇനി ലെങ്ത് എന്ന് പറയുന്നത് അപ്പർ പാർട്ടിനേക്കാളും ഒരു 2 ഇഞ്ച് കൂട്ടിയെടുത്താൽ മതിയായിരിക്കും. പിന്നെ ഗ്യാദേഴ്സ് ഇട്ട് കൊടുക്കുന്നതിൻ്റെ ഒരുപാട് ട്രിക്സും ടിപ്സൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഷോർട്സിലൊക്കെ. വേണ്ടവരൊന്ന് കണ്ടു നോക്കുക. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ.